ഹലോ ഗായ്സ്, അപ്പം നമ്മളെ സിഫാനിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അതിൻ്റെ ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ട് നമ്മളെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇനി അപ്പം എന്താ പറയുക നമുക്ക് ചെക്കൻ്റെ മുന്നേ ഇവിടെ ഫോട്ടോസ് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ്. അപ്പം എല്ലാവർക്കും നമ്മൾ വീഡിയോയിലോട്ട് സ്വാഗതം. രാവിലെ തന്നെ നീച്ചപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇപ്പച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതാട്ട. അതിൻ്റെ ഇടയിൽ ഇപ്പാനോട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇപ്പൊക്കെ അപ്പം ഒരു സ്ലോമോ വീഡിയോ എടുക്കാം. ദിവസം ശരി മദ്രസക്ക് പോവാൻ നിൽക്കാട്ടോ തെൻസീറ്. എനിക്ക് മദ്രസ ഇഷ്ടണ്ടാ? അതെന്താ ഗെയിം കളിച്ചാൽ ഇഷ്ടല്ലേ? രാവിലെ 7:20 കിടക്കുമ്പോൾ നീച്ചുള്ളൂ. ഫോൺ കിട്ടിയ 7:15 7 മണിക്ക് നീച്ചു. ഇപ്പം മദ്രസക്ക് ഇങ്ങോട്ട് ഉന്തി തള്ളി പറഞ്ഞേക്കണമെങ്കിൽ എന്തായാലും 7 കഴിയും. മദ്രസയിൽ ബില്ലടിച്ചിട്ടുണ്ടാക്കാറ് ഇവിടുന്ന് മണ്ടല്. ഇതാണ് നമ്മൾ സെൻസറിൻ്റെ ഇതൊക്കെ. പോയിക്കും മദ്രസക്കേ. ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നൈറ്റ് തന്നെ റെഡിയാക്കിയിട്ടാ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പണി ആരാ വെച്ചാൽ നമ്മളെ റാജിലാണ്. അപ്പോൾ അവൻ്റെ കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കുക. അതിൻ്റെ ഫുള്ള് സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, എവിടെ ഉണ്ടായിട്ടാ ബാക്കി അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം വീഡിയോ ഫുള്ള് കാണിച്ചു തരണ്ടേ. അപ്പം ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും എന്താ പറയുക, ഞാൻ അവൻ്റെ നമ്പർ അടിയിൽ കൊടുക്കാം, നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, എനിക്കെന്താ പണി? എനിക്ക് കണ്ണില്ലോ. ഇപ്പോൾ മദ്രസക്കുള്ള ബുക്ക് കാര്യങ്ങളൊക്കെ ടൈം ടേബിൾ നോക്കിച്ച് ബാഗിൽ കയറ്റിയിട. എന്നാൽ ആദ്യമായിട്ട് കയറാൻ മദ്രസക്ക് ഒന്ന് നേരത്തെ പോകുന്നത്. മറ്റേത് ഇസ്മായിലും കെട്ടി എത്തിയാലേ തെൻസീർ ഇവിടുന്ന് പോവുള്ളൂ. ഇപ്പോഴെങ്കിലും ചായ കുടിക്കാട്ടെ. ഇന്ന് പിന്നെ പൊറാട്ട ഇനി പരിപാടി ഉണ്ടായതുകൊണ്ട് പിന്നെ മൂത്തമ്മ ഞാനും കൂടി ബീഫ് നന്നാക്കി കഴിഞ്ഞിട്ടാ. ഞാൻ പുടിച്ചെടുക്കാനും മൂത്തമ്മ ഇങ്ങനെ അറക്കാനും അങ്ങനെ ഇനിട്ടാ. ഇന്ന് പൂച്ചക്ക് ഒരു പെരുന്നാളാണ്. 1 2 3 ഇതൊക്കെ നമ്മളെ പരിത്തെ വളർത്തു പൂച്ചയാണ്. ഇതിലേറെ പൂച്ചകൾ നമ്മൾ പരിതാ. ഇത് കുറച്ച് തന്നെ കണ്ടോണ്ട് ആക്കിയുമാണെന്നുണ്ടെങ്കിൽ അമ്മൻ്റെ ഈ ഫീഡ് ഡെലിവറി ആണ്. ഞാൻ പൂച്ചനെ അവിടെ വരെ കൊടുന്ന് ആക്കിയിട്ട് തരും. ഞങ്ങൾക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തീരെ കൺഫ്യൂഷൻ ഇല്ല. കാരണം അമ്മായിക്കാക്കി ഉണ്ടെങ്കിൽ അത് സെറ്റ് ആവട്ടാ. ഓല MTC ഇവന്റിന് ഇനി നമ്മൾ കൊടുത്തി. അങ്ങനെ അമ്മായിക്കാക്കി കൊണ്ട് വന്ന് വരട്ടോ. ഓല ടൂൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവൽക്കളിൽ ഫ്രൂട്ട്സ് എത്താനാണ് കൊടുത്തിട്ടുള്ളത്. കുക്കിങ്ങിന്റെ ഓളിഞ്ഞോളെന്ന് പറഞ്ഞത് റഷീദാക്ക കഴിഞ്ഞിട്ടാ. അപ്പൊ കാട ഫ്രൈക്കുള്ളത് ഇങ്ങനെ സെറ്റ് ആക്കണം. അതുപോലെ തന്നെ കാടമുട്ട ഫ്രൈക്കുള്ള കാടമുട്ട ഇങ്ങനെ പീങ്ങുന്നുണ്ട് ഇട്ടാ. പിന്നെ ബിരിയാണിക്കുള്ള മസാല കാര്യങ്ങൾ തിരക്കിലാട്ട. ഇവരാണെങ്കിൽ ഇത് തിന്നുന്നുണ്ട് അരിയണുണ്ട് പറഞ്ഞ മട്ടത്തിലാണ് തന്നെയാണ്. പക്ഷെ മൊത്തത്തിൽ തൊള്ളിയിലാണ് എന്നുള്ളൂ. അണ്ടിപ്പരിപ്പ് ഉണ്ടാവും സിഫാന ജ്യൂസ് ഇടാനൊക്കെ. എക്സ്പ്രസ് ഇട്ട് കോളാക്കാൻ എന്റെ ഒപ്പം കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ. ബത്തക്കളം കൽക്കണീനാണ് ഇത്രക്കും വലിയ എക്സ്പ്രസ് ഇട്ടൊക്കെ ഉണ്ട് ഇട്ടാ. പിന്നെ നമ്മൾ ബിരിയാണി മസാല ഫുള്ള് സെറ്റ് ആയിട്ടാ. ഇനി ഇതിക്ക് ഇങ്ങോട്ട് ദമ്മിടാനും. ഇത്രയും പുഡിങ്ങാണ് നമുക്കുള്ളത്. 5 പുഡിങ്. ഓക്കെ, മാംഗോ, ചിക്കു, ഇളനീര് 5. അത്തപ്പൂക്കളട്ടന്മാര് നമ്മളെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ. പിന്നെ ബിരിയാണി ദമ്മിടണ ഈ ദമ്മിടുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. ഓരോ ലെയർ ആയിട്ട് എന്താ പറയല്, കുറച്ച് അങ്ങനെ ഉള്ളി അങ്ങനത്തെ സംഭവം ഇട്ട് പിന്നെ റൈസ് പിന്നെ അങ്ങനെ ഇടുമ്പോൾ നല്ല അടിപൊളിട്ടാ. പിന്നെ നമ്മളങ്ങോട്ട് ചിരട്ടിട്ട് കണ്ട് കത്തിച്ചേക്കാണ് ദമ്മിടണല്ലോ. അപ്പൊ നമ്മളെ കാടമുട്ട ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ജ്യൂസ് അടിക്കാൻ ഞാനാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ്. എല്ലാ പരിപാടിയിലും ജ്യൂസ് അടിച്ചാണ് എനിക്കട്ട കിട്ടല്. അതിനിടെ നമ്മൾ ബ്രോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പൊഴിക്കണുണ്ട്. ഇപ്പൊ ജ്യൂസ് ഞാനാണ്. ഇത് എങ്ങനെയുണ്ട്? ടേസ്റ്റി എനിക്ക് തോന്നി. ജ്യൂസ് കുടിച്ചിട്ടില്ല. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യട്ടെ. അത്ര നല്ല മോട്ടറാക്കി കഴിഞ്ഞില്ലേ? എന്റെ അടുത്ത് പൈസ തരാം. ഫുഡ് ഞാൻ അധികം കോരിട്ട് തരും. എനിക്ക് ഞാൻ മലയാളിയാണ്. എൻഗേജ്മെന്റ് ഞാനാണ് മേക്കപ്പ്. അങ്ങനെ ആ മൂത്ത് പല കൈകളാൽ സൗന്ദര്യത്തിൽ ഊളം കെട്ടുന്നത് ഒരുങ്ങി കഴിഞ്ഞിട്ടാ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. മാഷാല്ല, ഒരു മിനിമല്ല ഒരു ആവറേജ് മേക്കപ്പ് ഇട്ടാ. മേക്കപ്പ് ഉണ്ടെന്ന് പറയില്ല, നമ്മള് ചെയ്യണം അതേമാതിരി ഒരു മേക്കപ്പ്. പിന്നെ ഞാൻ റെഡി ആവാൻ പോയിട്ടാ. അപ്പൊ നമ്മളെ എയർ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി നമ്മള് മേക്കപ്പ് ജിബലോടൊക്കെ നമ്മള് സജക്ഷൻ ചോദിച്ചിട്ടാണ്ട് മേക്കപ്പ് ഇടാൻ പോവാണ്. നിറഞ്ഞ് മണവാട്ടി ഞാൻ. ക്യാമറകള് ഷിഫയാണ്. നമ്മള് മൾട്ടിമീഡിയയിലൊക്കെയാണ് പഠിക്കുന്നത്. എന്റെ ജൂനിയറിന്റെ ജൂനിയർ ഷിഫ എന്നുള്ള നല്ലൊരു കുട്ടിയാണ്. നമ്മൾ NCC നാഷണൽ കാഡറ്റ്.
ആവശ്യമില്ല. കുട്ടി കമ്മിച്ചിടല്ലേ ഗൈസ്, കുട്ടി സിംഗിളാണ്. ഓക്കെ അനക്കോ ഒന്ന് ബെസ്റ്റി ഒന്ന് ബെസ്റ്റിന്റെ ബെസ്റ്റി അല്ലേ എടിയോ വരുന്ന വീഡിയോ എടുക്കടി. സിഫാനന്റെ ആഗ്രഹം പോലെ ഓല് വരുന്ന വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടാ, മുന്നാസോടെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇമ്മി ഓല എല്ലാരും ഓല സ്വീകരിച്ചിട്ടു. നമ്മളെ ചെക്കനും കൂട്ടരും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് സിഫാന്റെ നാണം കുണിങ്ങുള്ള ഓരോ സംഭവങ്ങളെ ഇട്ട കണ്ണിന്റെ വെറുതെ എക്സ്പ്രഷൻ ഇട്ട് ഇങ്ങോട്ട് ചാവുണ്ടോ കുത്തിറിഞ്ഞു. ഇങ്ങനെ നാണൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലേനു. ഫ്രെയിമിന് വെച്ച സ്ഥലം മാറിപ്പോയി. പിന്നെ അത് ഇങ്ങോട്ട് പൊടിച്ചൊക്കലും അങ്ങോട്ട് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ ഇങ്ങോട്ട് നമ്മള് ഫൈനൽ ചെയ്തു. പിന്നെ പൊക്ക കൊടുക്കലും മുട്ടായി കൊടുക്കലൊക്കെ ഉണ്ടേനിട്ട്. അതിന് ചില ക്ലിപ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ സിഫാൻ അങ്ങോട്ടൊരു ചെറിയതായിട്ടൊരു സമ്മാനം കൊടുത്തിട്ട് അതുപോലെ ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിട്ടാ. ഫുഡ് കഴിക്കുന്ന ഇടയിലാണ് നമ്മളെ കസിൻസ് ഒക്കെ വിളിച്ചത്. കാരണം ആർക്കും പരിപാടി കൂടാൻ പറ്റില്ല പെട്ടെന്നുള്ളതായതുകൊണ്ട്. പിന്നെ നമ്മള് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു വീട് വരെ പോയിട്ടാ. മുന്നാസ് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോഗ്രാഫർ അതുപോലെ തന്നെ ക്യാമറമാനൊക്കെ ഓനക്കൊരു പേജ് ഉണ്ട്. അതിന്റെ ഇടയിൽ നമ്മളെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കൊടുത്തുന്നിട്ടാ. കിടന്നിട്ടായിട്ടും മണ്ടിയിട്ടായിട്ടും ഇരുന്നിട്ടായിട്ടൊക്കെ ഇട്ടോ വീഡിയോസും ഫോട്ടോസും എടുക്കണ്ടേ. നമ്മളിപ്പോൾ നാച്ചുറൽ ബ്യൂട്ടി പ്രൊമോട്ട് ചെയ്യണതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ടാ. എന്റെ മുടിയൊക്കെ കൊളായിക്കണം, വണ്ടിമേ പോന്നതിന് ശേഷം കൊളായതാണ്. അപ്പോൾ എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു. ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ചിലത് മാത്രം, എല്ലാത്തിനും ഓടാൻ ഈ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഇതൊക്കെ സിഫാൻ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടായി വ്ളോഗ്, എന്താ പറയുക എൻഗേജ്മെൻറ്റ് വ്ളോഗ് എല്ലാവരും കാണുക. ഓക്കെ. പിന്നെ ഓലോടുന്ന് കൊടുന്ന ഡ്രസ്സ് ഇട്ടിക്കാണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ ഫ്രണ്ട്സ് ഓളെ കൂട്ടാതെ വീഡിയോസ് ഒക്കെ എടുക്കേണ്ടത്. ഷിഫയാണ് മെയിൻ ആളി. ഞാനോട് ഞാൻ പരിപാടി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ സെറ്റിന് പറഞ്ഞു കേട്ടോ. അപ്പം അമ്മക്ക് അത് മതി, ആശ്വാസമായി. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഓല് പോവാനായിട്ടാ. ഓൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൊണ്ടുപോയിട്ട് ഷീറ്റ് അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയെടുക്കണം. ഷെഫുമായി അമ്മായിക്കാക്കി നിച്ചും കൂടെ ഇട്ടാ ഉന്തി തള്ളി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഈ സമയത്ത് എനിക്ക് മറ്റേ പാട്ടാണ് ഓർമ്മ വന്നത്, നന്മയുള്ള ലോകമേ. ഞാൻ പാടെ ഇനി ബോറാവും, അല്ലെങ്കിൽ ഇതന്നെ ബോറാണ്. ഇനിയിപ്പോ ആ പാട്ടും കൂടെ അല്ല ഇനി പറയും വേണ്ടി വരൂല. എന്തായാലും എന്തല്ലേ കയ്യടെ അർഹിക്കണ പരിപാടി ടോല് ചെയ്തിട്ടുള്ളത്. അത്രയും ആൾക്കാരുണ്ടാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാ പറച്ചിലൊക്കെ കഴിഞ്ഞ് ഓല് പോയിട്ടാ. ഇനി അമ്മക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഓൾ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ടാ നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കാൻ വന്നത്. അപ്പൊ നമ്മൾ അടുത്തുള്ളൊരു വീട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഫോട്ടോസ് ആയിരുന്നു, അടിപൊളിയായ പരിപാടി കഴിഞ്ഞു. കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം മുട്ടായി ചോദിച്ചു തരരുതിട്ടാ. തരൂല, ഒറ്റ ഒന്നും തരൂല. ആ കോളോട് ചോദിച്ചാൽ ഇത് വലിയ മുട്ടായി ഞാൻ എടുത്തു, എന്നിട്ട് നിങ്ങൾക്ക് തരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാനും റിംസിൽ കുഴങ്ങി. സംഭവം ഫിൽറ്റർ ഇല്ല അറിഞ്ഞാണ്ട് റിംസ് ഇവിടുന്ന് മുങ്ങിയതാണ്. അപ്പം എന്തായാലും എന്താ പറയുക, ഓരോ പരിപാടികൾ ഇങ്ങനെ നമ്മളത് ഇങ്ങനെ തുടങ്ങുന്നു, അവസാനിക്കുന്നു. നല്ല ടയർഡായിക്കൊണ്ട് ഞാനൊക്കെ എൻ്റെ മുഖമൊക്കെ കിടക്ക് അരിവാളിച്ചു. ഞാൻ തന്നെ കറുത്തുപോയി. ഓക്കെ. വീഡിയോഗ്രാഫർ എന്ന് പറയുന്നത് ഞാനേനിട്ട മനസ്സിനിട്ട് വട്ടം കറക്കിക്കണം. ഓൾത് എത്ര ആയിട്ട് റെഡിയാണ്. ഒരാൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോവാം. അങ്ങനെ ഫൈനലിൽ നല്ല സേക്ക് ഓൾതൊക്കെ എടുത്തു കൊടുത്തുക്കണം ഇട്ടാ. ഇനി ആർക്കെങ്കിലും വീഡിയോസ് എടുക്കാണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോ, ഞാൻ വരും. ഫ്രീ ആയിട്ട് എടുത്തു തരൂല, എനിക്ക് എന്തെങ്കിലും കിട്ടേണ്ടി വരും കേട്ടാ. ഇവരെ ഡ്രസ് കോഡ് തീരെ രസമില്ല. ചെറിയ അസൂയ കൊണ്ടൊക്കെ പറയണം. ഇവര് സെറ്റ് ആയിക്കണം. മാഷാ അല്ലാ, നല്ല രസം കേട്ടോ. എല്ലാവർക്കും ഒറ്റ ദിവസം കൊണ്ട് ടോലാക്ക് സെറ്റ് ആക്കി ഡ്രസ് കോഡ് ആക്കി വന്നിട്ടാണ് പിന്നെ എന്ത് പറയുന്നു നിഹാലിനെ കിട്ടിയതില് വളരെ സന്തോഷമാണ്. ഒന്നും വിചാരിക്കാതെ ഉണ്ടായ സംഭവമാണ്. എൻഗേജ്മെന്റ് എന്നാൽ അതിലേറെ എക്സൈറ്റ്മെന്റ്. കാരണം പെട്ടെന്ന് ഇന്നാണ് അത് നാളെ എൻഗേജ്മെന്റ്. അപ്പോൾ അത് വേറെ ഇത്. പിന്നെ അതില്ല കിട്ടുമെന്ന് വിചാരിക്കാതെ കിട്ടി. അൽഹംദുലില്ലാ, സന്തോഷം, വളരെ സന്തോഷം. കല്യാണപ്പെടുത്തുണ്ടാവോ? കല്യാണപ്പെടുത്തില്ല. കല്യാണം നമുക്ക് ഉഷാറാക്കാം. ഇപ്പൊ നമുക്ക് ആരും വിളിക്കാൻ പറ്റിയിട്ടില്ല. നമ്മള് കല്യാണത്തില് തീർക്കും. ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഇതാക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞങ്ങൾ കല്യാണത്തിന് ഇതിലേറെ അയ്യ ഒരിക്കലും സമ്മതിച്ചു. ഞാൻ ഉണ്ടാവുമ്പോ ഞാനേ ഇവിടുത്തെ സുന്ദരി. ഞാൻ തലേന്നാണ് പറഞ്ഞെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ഡ്രസ് കോഡ് സെറ്റാക്കി എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതാണേ. അപ്പൊ എന്റെ വ്ളോഗിനെ പറ്റിട്ടൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. മോട്ടറാക്കരുതിട്ടാ. എനിക്ക് വയ്യനി. നിങ്ങൾക്ക് ആർക്കില്ല എന്തെങ്കിലും പറയണ്ട. ഇവർക്ക് അതൊന്നും ഞാൻ തരൂല. അപ്പൊ എല്ലാവർക്കും പ്രമോഷൻ കഴിഞ്ഞു. ബൈ ബൈ. അടുത്ത വീഡിയോയില് കാണാം. അല്ലെങ്കിൽ സിഫാന്റെ കല്യാണത്തിന് കാണാം. കല്യാണത്തിൽ അതിന്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവൂലേ? അപ്പൊ എല്ലാവർക്കും തെറ്റാ, ഞാൻ പോയി. ഇപ്പൊ ഇന്ന് സിഫാന്റെ എൻഗേജ്മെന്റിന്റെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ പെട്ടെന്നുള്ള പരിപാടി കേട്ടോ. അതാണ് ആരെയും വിളിക്കാൻ പറ്റാഞ്ഞതും അതുപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാഞ്ഞതും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി കഴിഞ്ഞു. എനിക്ക് ഫുഡ് കഴിക്കാനും കാരണം അതിനും ഓളെ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് മണ്ടി ഞാൻ ഫുഡ് കഴിക്കാൻ മറന്നു. അപ്പോൾ എന്തായാലും ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ തന്നെ എന്താ പറയുക, ഞാൻ കുറേ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ പ്ലാൻ ചെയ്ത മാറി എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഒക്കെ ഒരു തിരക്ക് പിടിച്ച മാറി. ഇനി എന്താ പറയുക, പ്ലാനിങ് പോലെ ഒന്നും നടക്കില്ല. അങ്ങോട്ട് നോക്കല്, ഞാൻ വ്ളോഗിൽ ഇങ്ങനെ ഇത് പറയട്ടെ. അപ്പോൾ എന്താ പറയല്, പ്ലാനിങ് പോലെ ഒന്നും നടക്കില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ കുറച്ച് മുന്നേക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനത്തെ ഓരോന്നായിട്ടൊക്കെ ഇടേന്. പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ എൻ്റെ ഒരട്ട എല്ലാവരും കണ്ടതാണല്ലോ. നമ്മൾ അതിനത്ര മേക്കപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല, ഫുൾ നാച്ചുറൽ. പിന്നെന്ന് പറഞ്ഞത് നമ്മൾ കുറച്ച് എഡിറ്റിങ്ങും എന്താ പറയുക, ഫോട്ടോ എഡിറ്റിങ്ങും അതുപോലെ തന്നെ B6 ലിപ്സ്റ്റിക്ക് ഇടുക, അങ്ങോട്ട് ചാമ്പുക, അതന്നെ നമ്മൾ എഡിറ്റിംഗ് ഒക്കെ പറയേണ്ടത്. ഒരിക്കലും നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെച്ച് ഫുഡ് കഴിക്കാൻ വിചാരിച്ച് നിൽക്കരുത്. അതാകുമ്പോൾ നമുക്കൊന്നും കിട്ടൂല. പിന്നെ പോലെ എല്ലാ കാര്യങ്ങൾക്കും മണ്ടി നമ്മൾ ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾക്ക് ബ്രോസ്റ്റ് ഇല്ല, ബീഫില്ല, ഒന്നുമില്ല. ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് ആ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് കിട്ടും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അമ്മക്കാക്കാൻ്റെ കാറ്ററിംഗ് പോലെയാണ് ഫുഡ് എടുത്തതിൻ്റെ. അപ്പം എന്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ബ്രോസ്റ്റ് ആയാലും എന്തായാലും ബിരിയാണി ആയാലും ഒക്കെ. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് എടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, സെറ്റാണ് എല്ലാവർക്കും.